Welcome you all. In this lecture, we are going to discuss about Linux scheduling case studies. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ലിനക്സ് ഷെഡ്യൂളിങ്ങിൻ്റെ കുറിച്ചിട്ടൊരു കേസ് സ്റ്റഡി നടത്താൻ പോവുകയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ ഷെഡ്യൂളിംഗ് അൽഗോരിതംസൊക്കെ ലിനക്സ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിൻ്റെ ഒരു ഓവർവ്യൂ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്, അതിൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് ആദ്യം തന്നെ നമ്മൾ ഷെഡ്യൂളർ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂളർ എന്താണ് ചെയ്യുക എന്നുള്ളതൊക്കെ നമുക്കറിയാം. കുറേ റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ പ്രോസസ്സിനെ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്യുന്നതൊക്കെയാണ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുന്ന പ്രോസസ്സുകൾ സി പി യുവിൽ റൺ ചെയ്യുന്നു. അതിനുശേഷം വേറൊരു പ്രോസസ്സിനെ ഷെഡ്യൂളർ ചൂസ് ചെയ്യുന്നു, ദെൻ അത് റൺ ചെയ്യുന്നു. ആ രീതിയിലാണ് ഷെഡ്യൂളിംഗ് നടക്കുന്നത്. നമുക്കിവിടെ ലിനക്സ് ഷെഡ്യൂളറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ നമുക്ക് ഗോൾ ഓഫ് ലിനക്സ് ഷെഡ്യൂളേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. നമുക്കറിയാം ലിനക്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിൻഡോസ് ഒക്കെ എന്താണ്, ഒരു മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ്. സോ ഈ മൾട്ടി ടാസ്കിങ് ഫീച്ചർ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് കിട്ടുന്നത് ഈ ഒരു ഷെഡ്യൂളിംഗ് കൺസെപ്റ്റിലൂടെയാണ്. സോ അതുകൊണ്ടാണ് ഇവിടെ മൾട്ടി ടാസ്കിങ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലിനക്സ് ഷെഡ്യൂളറിൻ്റെ ഒരു ഗോളായിട്ട് കൊടുക്കാനുള്ള കാരണം. ദെൻ രണ്ടാമത്തത് മാക്സിമൈസ് ദ റിസോഴ്സ് യൂട്ടിലൈസേഷൻ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രയോറിറ്റി ഇൻവേർഷൻ പോലുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസിനെയൊക്കെ നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ കേസിലൊക്കെ നമുക്ക് അറിയാം എങ്ങനെയൊക്കെയാണ് പ്രോസസ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, കാണാം ആദ്യം. അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം. സോ നമുക്ക് ഈ ഒരു ലിനക്സ് ഷെഡ്യൂളർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് മാക്സിമൈസ് ചെയ്യാൻ പറ്റും, റിസോഴ്സ് യൂട്ടിലൈസേഷൻസ് നമുക്ക് മാക്സിമൈസ് ചെയ്യാൻ പറ്റും. മാക്സിമം റിസോഴ്സുകൾ യൂട്ടിലൈസ് ചെയ്യാൻ നമുക്ക് ലിനക്സ് ഷെഡ്യൂളർ ഉപയോഗിച്ചിട്ട് പറ്റുന്നതാണ്. അതേപോലെ തന്നെ തേർഡ് പോയിന്റ്, ഗുഡ് ഫോർ ബോത്ത് IO ബൗണ്ട് ആൻഡ് CPU ബൗണ്ട് പ്രോസസ്സ്. അഥവാ ലിനക്സ് ഷെഡ്യൂളർ ആർക്കൊക്കെ ഗുഡാണ്, ദാറ്റ് മീൻസ് IO ബൗണ്ട് ആയിട്ടുള്ള പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാനും അതേപോലെ തന്നെ CPU ബൗണ്ട് ആയിട്ടുള്ള പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്യാനും. മെയിനായിട്ടും രണ്ട് തരത്തിൽ നമ്മൾ പ്രോസസ്സുകളെ ഡിവൈഡ് ചെയ്യാറുണ്ട്. IO ബൗണ്ട് പ്രോസസ്സ് എന്നും CPU ബൗണ്ട് പ്രോസസ്സ് എന്നും ഡിവൈഡ് ചെയ്യാറുണ്ട്. ആദ്യം ഞാൻ ഈ IO ബൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്നും CPU ബൗണ്ട് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് പറയാം. IO ബൗണ്ട് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു പ്രോസസ്സ് കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിന് വേണ്ടിയിട്ടാണ്. അങ്ങനത്തതാണ് IO ബൗണ്ട് എന്ന് പറയുന്നത്. CPU ബൗണ്ട് എന്ന് പറയുന്നത് കൂടുതൽ ടൈം ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത് CPU-ൻ്റെ അടുത്താണ്. ദാറ്റ് മീൻസ് CPU-ലാണ് കൂടുതൽ ഓപ്പറേഷൻസ്, ഒരിക്കലും ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസിൻ്റെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കൂടുതൽ സമയം. അങ്ങനത്താണെങ്കിലാണ് CPU ബൗണ്ട് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഈ IO ബൗണ്ട്, ബോത്ത് IO ബൗണ്ട് ആൻഡ് CPU ബൗണ്ട് പ്രോസസ്സുകളുടെ കേസിൽ നമുക്ക് ലിനക്സ് ഷെഡ്യൂളർ അപ്ലൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഫേവർ IO ബൗണ്ട് ഓവർ CPU ബൗണ്ട് പ്രോസസ്സ്. CPU ബൗണ്ടിനെ കാട്ടിലും IO ബൗണ്ട് ആയിട്ടുള്ള പ്രോസസ്സുകളുടെ കേസിലാണ് ഇത് ഫേവർ ആയിട്ടുള്ളത്, ലിനക്സ് ഷെഡ്യൂളർ എന്ന് പറയുന്നത് ഫേവർ ആയിട്ടുള്ളത്. ദെൻ നോട്ട് സ്റ്റാവ് CPU ബൗണ്ടഡ്, പക്ഷേ എന്തല്ല CPU ബൗണ്ടഡ് ആപ്ലിക്കേഷൻസിനെ ഒരിക്കലും സ്റ്റാവ് ചെയ്യുന്നില്ല ഈ ഒരു ലിനക്സ് ഷെഡ്യൂളർ എന്ന് പറയുന്നത്. ദെൻ റീസണബിളി ഗുഡ് ഫോർ റിയൽ ടൈം ആപ്ലിക്കേഷൻസ്. നമ്മൾ കണ്ടതാണ് റിയൽ ടൈം ഷെഡ്യൂളിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഈ ലിനക്സ് ഷെഡ്യൂളർ ഗുഡാണ് ഏതിൻ്റെ കേസിൽ, റിയൽ ടൈം ആപ്ലിക്കേഷൻസിൻ്റെ കേസിൽ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ലിനക്സ് ഷെഡ്യൂളേഴ്സ് വളരെ നല്ലതാണ് എന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങളാണ് ലിനക്സ് ഷെഡ്യൂളറിൻ്റെ ഗോളിൽ വരുന്നത്. നമുക്ക് അടുത്തതായിട്ട് ലിനക്സ് ഷെഡ്യൂളറിൻ്റെ ഡിസൈൻ ചോയ്സ് എന്തൊക്കെയാണ്, ഏത് ഷെഡ്യൂളർ ലിനക്സ് ഷെഡ്യൂളർ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനിങ്ങിൻ്റെ ഒരു ഡിസൈൻ ചോയ്സ് എന്താണെന്നുള്ളത് നമുക്കിവിടെ നോക്കാം. ടൈം സ്ലൈസ് ബേസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ജോബ് ബേസ്ഡ്. നമ്മൾക്ക് ഫസ്റ്റുള്ള ഉള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജോബ് ബേസ്ഡ് ആയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ലിനക്സ് ഷെഡ്യൂളറിൻ്റെ കേസിൽ ഈ ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിങ്ങിന് പകരം ടൈം സ്ലൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് നടക്കുന്നത്.
അവിടെ ആ ടൈം ഇൻ്റർവെല്ലിലാണ് ഡെഡ് ലൈൻ ഷെഡ്യൂളിങ്ങിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അതൊക്കെ എന്താണ് ലിനക്സ് ഷെഡ്യൂളറിലെ ഭാഗമായിട്ടുള്ളതാണ്. സോ എന്താണ് ടൈം സ്ലൈസിനാണ് അവിടെ ഇമ്പോർട്ടൻസ്. ടൈം സ്ലൈസ് ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് ലിനക്സ് ഷെഡ്യൂളറിൽ വരുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ജോബ് ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിങ്ങിനെക്കാട്ടിലും. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോയിന്റ് പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് അൽഗോരിതം ഇൻസ്റ്റെഡ് ഓഫ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഷെഡ്യൂളേഴ്സ്. എന്താണ് പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് ആണ് ലിനക്സ് ഷെഡ്യൂളറിൻ്റെ കേസിൽ ഉള്ളത്. കാരണം അല്ലാതെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പോലുള്ള ഷെഡ്യൂളിംഗ് അല്ല. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ഫസ്റ്റ് വരുന്ന പ്രോസസ്സിനെ ഫസ്റ്റ് തന്നെ സെർവ് ചെയ്യുന്ന രീതിയിലുള്ള ഷെഡ്യൂളിംഗ് അല്ല നടക്കുന്നത്. പകരം പ്രയോറിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് ലിനക്സ് ഷെഡ്യൂളറിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സുകൾക്കായിരിക്കും പ്രയോറിറ്റി ബേസ്ഡ് ഷെഡ്യൂളിംഗ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. നമ്മൾ അതിനെക്കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്താണ് ഹയർ പ്രയോറിറ്റിയുള്ള പ്രോസസ്സുകൾക്കായിരിക്കും ആദ്യം ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്യുന്നുണ്ടാവുക. സോ ആ ഒരു രീതിയിലുള്ള ഷെഡ്യൂളിംഗ് ആണ് ലിനക്സ് ഷെഡ്യൂളേഴ്സിൻ്റെ കേസിൽ നടക്കുന്നത്. റൗണ്ട് റോബിൻ ഫോർ ദ സെയിം പ്രയോറിറ്റി പ്രോസസ്സ്. സെയിം പ്രയോറിറ്റി പ്രോസസ്സുകളുടെ കേസിൽ നമ്മൾ റൗണ്ട് റോബിൻ ഷെഡ്യൂളിംഗ് ആണ് അപ്ലൈ ചെയ്യുക. അതേപോലെ തന്നെ റിയൽ ടൈം പ്രോസസ്സ് ഹാവ് ഹയർ പ്രയോറിറ്റി ദാൻ ദോസ് ഓഫ് ഓൾ നോർമൽ പ്രോസസ്സ്. ഇപ്പോൾ നോർമൽ പ്രോസസ്സുകൾ നമുക്കറിയാം, സിസ്റ്റത്തിൻ്റെ കേസിൽ നോർമൽ ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രോസസ്സുകളുണ്ട്. സോ നോർമലായിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, റിയൽ ടൈം ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. സോ അതിൽ റിയൽ ടൈം പ്രോസസ്സുകൾക്കാണ് ഹയർ പ്രയോറിറ്റി കൊടുക്കുക നോർമലായിട്ടുള്ള പ്രോസസ്സിനെ കാട്ടിലും. ഓക്കെ, സോ അതും ഒരു ഡിസൈൻ ചോയ്സ് ആണ് ലിനക്സ് ഷെഡ്യൂളറിൻ്റെ കേസിലുള്ള. അതേപോലെ തന്നെ മറ്റൊന്നാണ് പ്രീംറ്റീവ് ഇൻസ്റ്റെഡ് ഓഫ് നോൺ പ്രീംറ്റീവ്. നോൺ പ്രീംറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിങ്ങുകൾ നമ്മൾ കണ്ടതാണ്. സോ അതിനെക്കാട്ടിലും നോൺ പ്രീംറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിന് അപ്പുറം എന്താണ് പ്രീംറ്റീവ് ആയിട്ടുള്ള ഷെഡ്യൂളിംഗ് ആണ് ലിനക്സ് ഷെഡ്യൂളറിൻ്റെ കേസിൽ അധികം നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസൈൻ ചോയ്സിൽ വരുന്നത്. ദെൻ ഇതിൻ്റെ മെയിൻ ചലഞ്ച് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഷെഡ്യൂളിംഗ് ടൈം ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഷെഡ്യൂളിംഗ് ടൈം നമുക്ക് മാക്സിമം ഷോർട്ട് ആക്കണം. അതുപോലെ എല്ലാ പ്രോസസ്സുകൾക്കും ഒരു ചാൻസ് കൊടുക്കുന്ന രീതിയിൽ നമുക്ക് ഷെഡ്യൂളിംഗ് ടൈം ഷോർട്ട് ആക്കണം. സോ അത് ഷോർട്ട് ആക്കുക എന്നുള്ളത് ഒരു മെയിൻ ചലഞ്ച് തന്നെയാണ്. അതേപോലെ തന്നെ ദ ലെങ്ത് ഓഫ് ടൈം സ്ലൈസ് ഇൻ ദ പ്രോസസ് പ്രയോറിറ്റി എന്താണ് മറ്റൊരു മെയിൻ ചലഞ്ചാണ്. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഇപ്പോൾ ടൈം സ്ലൈസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അതേപോലെ തന്നെ പ്രോസസ്സിന് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ടാസ്ക്കാണ്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്രോസസ്സിൻ്റെ പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ പലതരത്തിലുള്ള പ്രോസസ്സുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, അതേപോലെ തന്നെ CPU ബണ്ടർ ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്, റിയൽ ടൈം ആയിട്ടുള്ള പ്രോസസ്സുകളുണ്ട്. സോ അതിനൊക്കെ എന്താണ് ഓരോ പ്രയോറിറ്റീസാണ് ഓരോ ഇങ്ങനെയുള്ള പല തരത്തിലുള്ള പ്രോസസ്സുകൾക്ക് ഉണ്ടാവുക. സോ അത് തീരുമാനിക്കുക, അതേപോലെ തന്നെ ടൈം സ്ലൈസിൻ്റെ ലെങ്ത് തീരുമാനിക്കുക എന്നുള്ളതൊക്കെ ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ടാസ്ക്കാണ്. സോ അതാണ് ഇവിടെ ഈ 2 പോയിന്റിൽ പറയുന്നത്. ദെൻ നമുക്ക് ലിനക്സ് പ്രൊവൈഡ് ചെയ്യുന്ന 2 സെപ്പറേറ്റ് പ്രോസസ് ഷെഡ്യൂളിംഗ് അൽഗോരിതംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിൻ്റെ ഒരു മെയിൻ ക്ലാസിഫിക്കേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മെയിനായിട്ടും 2 ക്ലാസിഫിക്കേഷനാണല്ലോ. ഒന്ന് ടൈം ഷെയറിംഗ് പ്രോസസ്സുകളുണ്ട്, അതേപോലെ തന്നെ റിയൽ ടൈം ഷെഡ്യൂളിംഗ് പ്രോസസ്സുകളുണ്ട്. സോ നമുക്കത് രണ്ടും ഒന്ന് നോക്കാം. നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒന്ന് 1-2 എക്സ്ട്രാ പോയിന്റ്സുകൾ കൂടി പറയുന്നുണ്ട്. ദ ഫസ്റ്റ് ഷെഡ്യൂളിംഗ് ക്ലാസ് ഈസ് ഫോർ ദ ടൈം ഷെയറിംഗ് പ്രോസസ്സ്. ടൈം ഷെയറിംഗ് പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടുള്ള ഷെഡ്യൂളിംഗ് ക്ലാസ് ആണ് ഈ ഒരു ടൈം ഷെയറിംഗ് പ്രോസസ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലിനക്സ് യൂസസ് എ പ്രയോറിറ്റൈസ്ഡ് ക്രെഡിറ്റ് ബേസ്ഡ് അൽഗോരിതം. സോ ഈ ടൈം ഷെയറിംഗ് പ്രോസസ്സുകളുടെ കേസിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്, അതിന് വേണ്ടിയിട്ട് ലിനക്സ് ഉപയോഗിക്കുന്നത് എന്താണ്, ഒരു പ്രയോറിറ്റൈസ്ഡ് ക്രെഡിറ്റ് ബേസ്ഡ് അൽഗോരിതമാണ്. എന്താണ് ഓരോ പ്രോസസ്സുകൾക്കും ഓരോ ക്രെഡിറ്റ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ക്രെഡിറ്റ് ബേസ്ഡ് അൽഗോരിതമാണ് ഈ ഒരു ടൈം ഷെയറിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ ഷെഡ്യൂളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ, റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുതിയൊരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ മോസ്റ്റ് ക്രെഡിറ്റ് ഉള്ള ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലക്ട് ചെയ്യുന്നത്. സോ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് പുതിയൊരു പ്രോസസ്സ് റൺ ചെയ്യണം, ഒരു ടാസ്ക് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ചൂസ് ചെയ്യുക എന്താണ്, മോസ്റ്റ് ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിനെയാണ്. ക്രെഡിറ്റ് ആണ് നമ്മൾ നോക്കുക. ഓരോ പ്രോസസ്സുകൾക്ക് ക്രെഡിറ്റുകൾ ഉണ്ടാകും. സോ മോസ്റ്റ് ക്രെഡിറ്റ് ഉള്ള പ്രോസസ്സിനെ ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ടാവുക. എവറി ടൈം എ ടൈമർ ഇൻറ്ററപ്റ്റ് ഒക്ടർ ദ കറൻ്റ്ലി റണ്ണിങ് പ്രോസസ് ലോസസ് 1 ക്രെഡിറ്റ്. അഥവാ ഇനിയിപ്പോൾ ഓരോ സമയത്തും, അഥവാ ദാറ്റ് മീൻസ് ഒരു ടൈം ഇൻറ്ററപ്റ്റ് ഒക്കർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇൻറ്ററപ്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു എക്സിക്യൂഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ഇൻറ്ററപ്റ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അങ്ങനെ ടൈം ഇൻറ്ററപ്റ്റുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സിൻ്റെ ക്രെഡിറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, ഒരു ക്രെഡിറ്റ് ലോസ് ആകും. ദാറ്റ് മീൻസ് ഒരു ക്രെഡിറ്റ് മൈനസ് ചെയ്യും. ഇങ്ങനെ
വെൻ ഇറ്റ്സ് ക്രെഡിറ്റ് റീച്ചസ് 0. ഇങ്ങനെ ഓരോ ഇൻട്രപ്റ്റുകൾ വരുന്നതനുസരിച്ചും ഓരോ ക്രെഡിറ്റുകൾ ഇങ്ങനെ മൈനസ് ചെയ്തിട്ട് എപ്പോഴാണോ ആ ഒരു റണ്ണിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ആ പ്രോസസ്സിൻ്റെ ക്രെഡിറ്റ് 0 എത്തുന്നത്, ആ ഒരു സമയത്ത് മാത്രമേ ആ ഒരു പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അങ്ങനെ 0 എത്തുമ്പോൾ ആ ഒരു പ്രോസസ്സിനെ സസ്പെൻഡ് ചെയ്തിട്ട് മറ്റൊരു പ്രോസസ്സിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂസ് ചെയ്യുകയാണ് ചെയ്യുക. സോ അതാണ് ടൈം ഷെയറിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ സംഭവിക്കുന്നത്. ഓക്കെ, ഇഫ് നോ റണ്ണബിൾ പ്രോസസ് ഹാവ് എനി ക്രെഡിറ്റ്. ഇനിയിപ്പോൾ ഇങ്ങനെ മൈനസ് ചെയ്ത് കൊണ്ടുവന്നിട്ട് എല്ലാം എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എല്ലാ പ്രോസസ്സുകളും അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളും ഇതിൻ്റെ ക്രെഡിറ്റ് 0 എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല, അപ്പോൾ എന്ത് ചെയ്യും, ലിനക്സ് എന്ത് ചെയ്യും, എന്ത് പെർഫോം ചെയ്യും, റീക്രെഡിറ്റിംഗ് ഓപ്പറേഷൻ പെർഫോം ചെയ്യും. ദാറ്റ് മീൻസ് അവിടെയുള്ള ആ ഒരു റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾക്കെല്ലാം എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കും. ആഡിങ് ക്രെഡിറ്റ് ടു എവറി പ്രോസസ് ഇൻ ദ സിസ്റ്റം അക്കോർഡിംഗ് ടു ദ ഫോളോയിങ് റൂൾ. അവർക്ക് എന്ത് ചെയ്യും, അവിടെയുള്ള എല്ലാ പ്രോസസ്സുകൾക്കും ഒരു ക്രെഡിറ്റ് ആഡ് ചെയ്ത് കൊടുക്കും. സോ എല്ലാ റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകളുടെ ക്രെഡിറ്റ് 0 ആയി കഴിഞ്ഞാൽ ലിനക്സ് ചെയ്യുന്ന പരിപാടിയാണ് എന്ത്, റീക്രെഡിറ്റിംഗ് ഓപ്പറേഷൻ. സോ റീക്രെഡിറ്റിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. അതിനുള്ള ഒരു ഇക്വേഷനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ക്രെഡിറ്റ്സ് ഈക്വൽ ടു ക്രെഡിറ്റ്സ് ഡിവൈഡഡ് ബൈ 2 പ്ലസ് പ്രയോറിറ്റി. സോ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, സിസ്റ്റത്തിൻ്റെ ഈ റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾക്ക് ക്രെഡിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദിസ് അൽഗോരിതം യൂസസ് പ്രോസസ് ഹിസ്റ്ററി ആൻഡ് ഇറ്റ്സ് പ്രയോറിറ്റി ടു ഡിറ്റർമൈൻ ഇറ്റ്സ് ചേഞ്ചസ് ഓഫ് ബീയിങ് ഷെഡ്യൂൾഡ്. ഓക്കെ, സോ അതിൻ്റെ ഹിസ്റ്ററി അതേപോലെ തന്നെ പ്രയോറിറ്റിയും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത് ആണ് പറയുന്നത്. ദെൻ ദ ബേസ് പ്രയോറിറ്റി ഓഫ് എ പ്രോസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ് യൂസിങ് ദ യൂണിക്സ് നൈസ് പ്രോസസ് പ്രയോറിറ്റി മെക്കാനിസംസ്. അതേപോലെ തന്നെ അഥവാ ഒരു പ്രോസസ്സിന് ഒരു ബേസ് പ്രയോറിറ്റി ഉണ്ടാവുമല്ലോ. ദാറ്റ് മീൻസ് ആ ഒരു പ്രോസസ്സ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം അതിന് കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടാവും, ബേസ് പ്രയോറിറ്റി. അത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, യൂണിക്സ് നൈസ് പ്രോസസ് പ്രയോറിറ്റി മെക്കാനിസംസ് യൂസ് ചെയ്തിട്ടാണ് അത് ഈ ഒരു ഓരോ പ്രോസസ്സിൻ്റെയും ബേസ് പ്രയോറിറ്റി അസൈൻ ചെയ്യുന്നത്. ഗിവിങ് ഹയർ വാല്യൂസ് ടു ഇൻട്രാക്റ്റീവ് പ്രോസസ് ആൻഡ് ലോവർ വൺ ടു ബാക്ക്ഗ്രൗണ്ട് ബാച്ച് ജോബ്സ്. അതേപോലെ തന്നെ ഈ ഒരു പ്രയോറിറ്റി നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഹയർ പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയർ വാല്യൂ കൊടുക്കുന്നത് എന്താണ്, ഇൻട്രാക്റ്റീവ് പ്രോസസ്സുകൾക്കാണ്. ഇപ്പോൾ ലോവർ വൺസ് കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബാച്ച് പ്രോസസ്സിംഗ് ജോബ്സുകൾക്കാണ്. ലോ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഹയർ പ്രയോറിറ്റി കൊടുക്കുന്നത് ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോസസ്സുകൾക്കുമാണ്. ടൈം ഷെയറിംഗ് പ്രോസസ് വിത്ത് ഡിഫറെൻറ്റ് പ്രയോറിറ്റി ക്യാൻ സ്റ്റിൽ കോമ്പീറ്റ് വിത്ത് ഈച്ച് അതർ ടു സം എക്സ്റ്റെൻസ്. അതേപോലെ തന്നെ ഈ ടൈം ഷെയറിംഗ് പ്രോസസ്സുകൾ അഥവാ ഡിഫറെൻറ്റ് പ്രയോറിറ്റിയിലുള്ള ഈ ടൈം ഷെയറിംഗ് പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങോട്ട് എന്താണ് ഒരു എക്സ്റ്റെൻറ്റ് വരെ അതെന്ത് ചെയ്യും, കോമ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഹയർ പ്രയോറിറ്റി ഉള്ളത് എന്ത് ചെയ്യുന്നു, കോമ്പീറ്റ് ചെയ്തതിന് ശേഷം ഹയർ പ്രയോറിറ്റി ഉള്ളതായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ഷെഡ്യൂളിങ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആ ഒരു രീതിയിലാണ് ടൈം ഷെയറിംഗ് പ്രോസസ്സിൻ്റെ കേസിൽ ലിനക്സ് ഷെഡ്യൂളിങ് വരുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ കാറ്റഗറി നമ്മൾ പറഞ്ഞു, റിയൽ ടൈം ഷെഡ്യൂളിംഗ് പ്രോസസ്സുകൾ. കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തതാണ് ഓൾറെഡി. എനിവേ ജസ്റ്റ് ഒന്നുകൂടിയും പറയാം. ലിനക്സ് ഇംപ്ലിമെൻറ്റ്സ് ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആൻഡ് റൗണ്ട് റോബിൻ റിയൽ ടൈം ഷെഡ്യൂളിംഗ് ക്ലാസ്സസ്. രണ്ട് തരത്തിലുള്ള ഷെഡ്യൂളിംഗ് ക്ലാസ്സസ് ആണ് റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ കേസിൽ വരുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവും അതേപോലെ തന്നെ റൗണ്ട് റോബിനും വെച്ചിട്ടാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ദ ഷെഡ്യൂളർ ആൾവേസ് റൺസ് ദ പ്രോസസ് വിത്ത് ഹയസ്റ്റ് പ്രയോറിറ്റി. ഷെഡ്യൂളർ എന്ത് ചെയ്യുന്നത്, പ്രോസസ്സുകൾ റൺ ചെയ്യുന്നത് പ്രയോറിറ്റി ബേസ്ഡ് ആണ്. ഹയസ്റ്റ് പ്രയോറിറ്റി ഉള്ളത് ആദ്യം ചെയ്യും. ദെൻ ഈക്വൽ പ്രയോറിറ്റി വരുന്ന സമയത്ത് ലിനക്സ് റൺ ദ പ്രോസസ് ദാറ്റ് ഹാസ് ബീൻ വെയിറ്റിംഗ് ദ ലോങ്ങസ്റ്റ്. കൂടുതൽ സമയം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾക്കായിരിക്കും പിന്നെ ചാൻസ് കൊടുക്കുന്നുണ്ടാവുക. സോ അതാണ് ആ ഒരു രീതിയിൽ വരുന്നത്. ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് പ്രോസസ് കണ്ടിന്യൂ ടു റൺ അണ്ടിൽ ദേ എക്സിറ്റ് ഓർ ബ്ലോക്ക്. എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വരുന്നത്, അത് അതിൻ്റെ റണ്ണിങ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും ഏതുവരെ, അത് എക്സിറ്റ് ആവുന്നത്. ദാറ്റ് മീൻസ് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത് വരെ, അല്ലെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ആരെങ്കിലും ബ്ലോക്ക് ചെയ്യുന്നത് വരെ ആ പ്രോസസ്സുകൾ ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോസസ്സുകൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ആ ഒരു മെക്കാനിസമാണ് നമുക്കറിയാം ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് വരുന്നത്. റൗണ്ട് റോബിൻ്റെ കേസിലാണെങ്കിലോ റൗണ്ട് റോബിൻ പ്രോസസ്സസ് ആർ പ്രീംപ്റ്റഡ് പീരിയോഡിക്കലി ആൻഡ് പ്ലേസ്ഡ് ടു ദ ബാക്ക് ഓഫ് ദെയർ റെസ്പെക്റ്റീവ് പ്രയോറിറ്റി ക്യൂസ്. അതേപോലെ തന്നെ നമുക്കറിയാം റൗണ്ട് റോബിൻ ഷെഡ്യൂളിൻ്റെ കേസിലാണെങ്കിൽ പ്രോസസ്സുകൾ പ്രീംപ്റ്റ് ചെയ്യുന്നത് പീരിയോഡിക്കലി ആണ് പ്രീംപ്റ്റ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു പർട്ടിക്കുലർ ടൈം കോണ്ടം ഉണ്ടാവും, ആ ടൈം കോണ്ടം ആയിരിക്കും ഒരു പ്രോസസ്സുകൾക്കും കൊടുത്തിട്ടുണ്ടാവുക. അത് ആ ഒരു ടൈം കോണ്ടം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് അതെന്ത് ചെയ്യുന്നു, പ്രയോറിറ്റി ക്യൂ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ആ ഒരു വീഡിയോയിൽ അത് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു പ്രയോറിറ്റി ക്യൂലോട്ട് പിന്നെ അതിനെ പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈം കോണ്ടം എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അതിനെ കൺസിഡർ ചെയ്യും, അത് ബാക്കി ഉണ്ടെങ്കിൽ.
ആ രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. പ്രോസസ് ഓഫ് ഈക്വൽ പ്രയോറിറ്റി ദെയർഫോർ ദ ടൈം ഷെയർ എമംഗ് ദംസെൽവ്സ്. ആ ഒരു രീതിയിലാണ് നമ്മൾ റൗണ്ട് റോബിൻ്റെ കേസിലും ഫസ്റ്റ് കം ഫസ്റ്റ് സെർവിൻ്റെ കേസിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ലിനക്സ് ഇംപ്ലിമെൻറ്റ്സ് സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ്. ലിനക്സ് എന്താണ്? സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് ആണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അത് നമുക്കറിയാം സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗും ഉണ്ട്, അതേപോലെ തന്നെ ഹാർഡ് റിയൽ ടൈം ഷെഡ്യൂളിംഗും ഉണ്ട്. ഇവിടെ ലിനക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് ആണ്. സോ ഇറ്റ് ഓഫേഴ്സ് സ്ട്രിക്റ്റ്. എന്താണ് റിയൽ ടൈം സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾ ആ ഒരു ഭാഗം കണ്ടിട്ടില്ലെങ്കിൽ ആ ഒരു വീഡിയോ കാണാം കേട്ടോ. റിയൽ ടൈം ഷെഡ്യൂളിങ്ങിൻ്റെ വീഡിയോയിൽ നമ്മൾ ആ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഓഫേഴ്സ് സ്ട്രിക്റ്റ് ഗ്യാരണ്ടീസ് അബൌട്ട് ദ ഷെഡ്യൂളിംഗ് പ്രയോറിറ്റീസ് ഓഫ് ഈച്ച് പ്രോസസ്. നമുക്കറിയാം ഒരു സ്ട്രിക്റ്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷെഡ്യൂളിംഗ് ആണ് എന്ത്? സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ്. അതിൻ്റെ ആ ഒരു ടൈമിന് അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇതിന് എന്താണ് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട്. ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്തതിൻ്റെ ഒരു ഫലം ഉണ്ടാവില്ല. ആ തരത്തിലുള്ള ഷെഡ്യൂളിംഗ് ആണ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. അതാണ് പറയുന്നത് എന്താണ്? ഇറ്റ് ഓഫേഴ്സ് സ്ട്രിക്റ്റ് ഗ്യാരണ്ടീസ് അബൌട്ട് ദി ഷെഡ്യൂളിംഗ് പ്രയോറിറ്റി ഓഫ് ഈച്ച് പ്രോസസ്. ഓരോ പ്രോസസ്സുകളുടെയും പ്രയോറിറ്റീസിന് എന്ത് ചെയ്യുന്നു? ഒരു സ്ട്രിക്റ്റ് ഗ്യാരണ്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബട്ട് ഓഫേഴ്സ് നോ ഗ്യാരണ്ടി അബൌട്ട് ഹൗ ക്വിക്ക്ലി എ റിയൽ ടൈം പ്രോസസ് വിൽ ബി ഷെഡ്യൂൾഡ് വൺസ് ദാറ്റ് പ്രോസസ് ബിക്കം റണ്ണബിൾ. അതേപോലെ തന്നെ പക്ഷേ ഇങ്ങനെയുള്ള ഗ്യാരണ്ടി കൊടുക്കുന്നില്ല എത്ര ക്വിക്ക്ലി ഒരു റിയൽ ടൈം പ്രോസസ്സ് റൺ ചെയ്യും എന്നുള്ളത്. അഥവാ വൺസ് ആ പ്രോസസ്സ് റണ്ണബിൾ ആയിട്ട് ഉള്ള ഒരു പ്രോസസ്സ് ഇനി നമുക്ക് എങ്ങനെ എത്ര പെട്ടെന്ന് ഒരു അത് ആ റിയൽ ടൈം പ്രോസസ്സ് റൺ ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു ഗ്യാരണ്ടി കൊടുക്കുന്നുമില്ല. പക്ഷേ റണ്ണബിൾ ആയിട്ടുള്ള പ്രോസസ്സുകൾക്ക് ഒരു ഗ്യാരണ്ടി കൊടുക്കുന്ന തരത്തിലുള്ള ഷെഡ്യൂളിംഗ് ആണ് സോഫ്റ്റ് റിയൽ ടൈം ഷെഡ്യൂളിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നമുക്കൊരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഒരു നോട്ട് ഇവിടെ പറയുന്നുണ്ട്. ഇഫ് an interrupt arrives that wakes up a real-time process while the kernel is already executing a system call on behalf of another process. അഥവാ ഇപ്പോൾ ഒരു ഇൻട്രപ്റ്റ് ഒക്കറിയാണ്. ഇപ്പോൾ ഓൾറെഡി ഒരു സിസ്റ്റം കോൾ ഒരു അനദർ പ്രോസസ്സ് ഇങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുക, സിസ്റ്റം കോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു ഇൻട്രപ്റ്റ് അറൈവ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ആ ഇൻട്രപ്റ്റ് എന്താണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇൻട്രപ്റ്റ് ഒരു റിയൽ ടൈം പ്രോസസ്സിനെ എന്ത് ചെയ്യുന്നു? വേക്കപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഒരു റിയൽ ടൈം പ്രോസസ്സിനെ അവിടെ ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ വേക്കപ്പ് ചെയ്യും. ആ വേക്കപ്പ് ചെയ്തിട്ടുള്ള റിയൽ ടൈം പ്രോസസ്സ് വെയിറ്റ് ചെയ്യും. ദെൻ ആ വെയിറ്റ് ചെയ്യും. ഏതുവരെ വെയിറ്റ് ചെയ്യും? ലിനക്സ് കേർണൽ എന്ത് ചെയ്യുന്നു? ഇത് ഈ ഒരു ഇപ്പോൾ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സിസ്റ്റം കോള് എന്ത് ചെയ്യുന്നു? കഴിയുന്നത് വരെ ആ ഒരു റിയൽ ടൈം പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യും. സോ ആ ഒരു മെക്കാനിസമാണ് ഫോളോ ചെയ്തു വരുന്നത്. ദെൻ ഒരു പോയിന്റ് കൂടി അവിടെ പറയുന്നുണ്ട്. ലിനക്സ് കേർണൽ കോഡ് കനോട്ട് ബി പ്രീംപ്റ്റഡ് ബൈ യൂസർ മോഡ് കോഡ്. എന്താണ്? നമുക്കറിയാം യൂസർ മോഡിൽ കോഡുകൾക്ക് എന്ത് പ്രീംപ്റ്റ് ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല. ലിനക്സ് കേർണൽ കോഡുകളെ പ്രീംപ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ലിനക്സ് കേർണൽ കോഡിനാണ് ഹയർ വാല്യൂ ഉള്ളത്. ദാറ്റ് മീൻസ് അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡുകളായിരിക്കും ലിനക്സ് കേർണൽ കോഡിൽ ഉണ്ടാവുക. യൂസർ മോഡ് കോഡുകൾക്ക് അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ലിനക്സ് കോഡിനെ ആർക്ക് പ്രീംപ്റ്റ് ചെയ്യാനുള്ള കഴിയില്ല? യൂസർ മോഡ് കോഡുകൾക്ക് പ്രീംപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു കേസ് സ്റ്റഡിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.